നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നമ്മൾ ഇന്ന് ഇക്കയും എൻട്രൻസിന് വേണ്ടി മാത്സിന് കുറെ അധികം ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെപ്പോഴും സാധാരണ 1-2 ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഇപ്പൊ നമ്മൾ ഇത്തിരി ഒന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി കുട്ടികളും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ പേരിൽ നമ്മൾ കുറെ ചോദ്യങ്ങൾ ഒന്ന് കളക്ട് ചെയ്ത് ഒരുമിച്ച് തരികയാണ്. പല ചാപ്റ്ററുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ട ചാപ്റ്ററുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ അതിനുള്ളിൽ നിന്നും നല്ല ക്വസ്റ്റ്യൻസുകൾ ചെയ്തു തരാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ ഈസ് ഈക്വൽ ടു 1. ഇതിനെ കാണുമ്പോൾ നമുക്ക് ഇത് ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ തോന്നുന്നു, ഇല്ലയോ? ഏരിയ എന്നുള്ള ചാപ്റ്റർ നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് എവിടെയായിരുന്നു? ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ, അവിടെയാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? അതിനുള്ളിലുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കിത് NCERT-യുടെ മിസ്ലേനിയസിലുള്ളതാണ്. ഇങ്ങനത്തെ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചോളാം. എക്സാമിന് വരുന്ന കുറെ ചോദ്യങ്ങൾ മിസ്ലേനിയസ് എക്സസൈസിലുണ്ട്. എന്തായാലും അവിടുന്ന് ക്വസ്റ്റ്യൻസുകൾ കാണും. അപ്പൊ അവനെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളാം. അപ്പൊ ഇത് ആക്ച്വലി ഏരിയ ആ ചാപ്റ്ററിലാണ്. ഏരിയ നമുക്കറിയാമല്ലോ, ഇന്റഗ്രേഷൻ. നമ്മൾ അവിടെ ആ ഇന്റഗ്രേഷനെ തൊടാതെ ഒത്തിരി പ്രോബ്ലംസുകൾ ചെയ്യാം. പക്ഷെ നമ്മൾ ഇന്റഗ്രേഷൻ വെച്ചുകൊണ്ട് അവിടെ ചെയ്യുന്നെങ്കിലും ആ പ്രോബ്ലംസുകൾ എന്നും ഇന്റഗ്രേഷൻ യൂസ് ചെയ്യാതെ ചെയ്യാം. ആ മെത്തേഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ, ഇതിന് ആക്ച്വലി 4 ഡിഫറെന്റ് ആയിട്ടുള്ള കർവ്സ് ഉണ്ട്. മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്ലസ് ഓർ മൈനസ് അല്ലേ? ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ഈക്വൽ 1 എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിനെ നമ്മൾ 4 ആക്കുമ്പോൾ ആരൊക്കെയാന്ന് കേട്ടോണം. ഒന്നാമത്തേത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ളതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 1. മൂന്നാമത്തേത് വരുമ്പോൾ മൈനസ് എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ, എന്തെങ്കിലും അന്ന് ഓർഡർ ഒന്നും ഇല്ല കേട്ടോ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ലാസ്റ്റിൽ എക്സ് മൈനസ് വൈ ഈക്വൽ 1. ഇങ്ങനെ 4 കർവാണ് ഇത് ഒരുമിച്ചിട്ടേക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ ഇവനാണ് ഞാൻ ഈ 4 ആക്കിയേക്കുന്നത്. പ്ലസ് ഓർ മൈനസിനൊക്കെ ഇങ്ങനെ കൂട്ടി കൊടുത്തോളാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ 4 ഇക്വേഷൻസ്. അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ ചെറിയൊരു ഫിഗർ ഒന്ന് വരച്ച് കാണിക്കാം. നമ്മുടെ എക്സും വൈയും ആക്സസ് ഒക്കെ വരച്ചിട്ട് ആദ്യം എക്സ് പ്ലസ് വൈ ഈക്വൽ 1. ഇതൊക്കെ ഞാനപ്പോ ഈ പ്രോബ്ലം ചെയ്യുന്നതിനുള്ളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും കേട്ടോ. അതിനുവേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇതിന്റെ ആൻസർ വേണമെങ്കിൽ എളുപ്പം പറയാം, അതിലല്ല കാര്യം. നമുക്ക് ഇതിൽ നിന്ന് പല കാര്യങ്ങൾ, അപ്പൊ ഇതിന്റെ എല്ലാ ഫിഗറുകൾ എങ്ങനെ വരയ്ക്കുന്നു എന്നൊക്കെ ഉള്ളത് ഇതിനുള്ളിൽ കിട്ടും. നിങ്ങൾ എപ്പോഴും ഒരു പ്രോബ്ലം പഠിക്കുമ്പോൾ ആ പ്രോബ്ലത്തിന്റെ എക്സാമിന് വരണമെന്നില്ല, പക്ഷെ ആ പ്രോബ്ലത്തിനുള്ളിൽ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ എക്സാമിന് വരും. അതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ 1, ഇത് 1, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട് അല്ലേ? അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ 1 എന്ന് പറയേണ്ടതാണ് ഇങ്ങനെ തേണ്ടതാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ 1 ഫസ്റ്റ് ലൈൻ. ഓക്കെ, അടുത്തത് മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 1 തേണ്ടതാ. ഓക്കെ, ഇതാണ് കേട്ടോ. മൂന്നാമത് മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ 1 തേണ്ടത്. മൂന്നാമത്തെ ലൈൻ, നാലാമത്തെ എക്സ് മൈനസ് വൈ തേണ്ടത്. അപ്പൊ ഈ 4 ലൈൻസുകളാൽ ചുറ്റപ്പെട്ട ഇത്രയാണ് 1 2 3 4. ഈ 4 പേരുടെ ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ ഏരിയ. ഓക്കെ അല്ലേ? 4 പേരുടെ ചേരുന്നതാണ് ടോട്ടൽ ഏരിയ. അപ്പൊ ഇതെല്ലാം ഈക്വൽ പാർട്സ് ആണ്. 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും എല്ലാം ഒരേ ഏരിയ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കുക, എന്നിട്ട് 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഒരാളെ കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ എന്ന് പറയുമ്പോൾ നോക്കിയവനെ ഇതിനെ ഞാൻ കണ്ടുപിടിക്കുക. ഇതിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ 4 ടൈംസ് എടുക്കുമ്പോൾ ഇതും എല്ലാം കൂടെ ചേർന്നോളും. ഇനി ഇതറിയാം, ഇത് എത്ര യൂണിറ്റ് ആവാനെ? 1 യൂണിറ്റ്. ഇത് എത്ര യൂണിറ്റ് ആവാനെ? 1 യൂണിറ്റ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ഇല്ലയോ? ഇത് എത്ര ഡിഗ്രി? 90. അപ്പൊ നമുക്കറിയാം ഹാഫ് BH എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ വെച്ചുകൊണ്ട് ചെയ്യാം. ഇത്രയും മാത്രം കേട്ടോ, ഇത്രയും. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്യുന്നത്. ഹാഫ് BH എന്നുമ്പോ ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ 1 ആമോനെ. ഓൾട്ടിറ്റ്യൂഡ് എത്ര തന്നെയാ? 1. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 ഹാഫ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഹാഫ് ആമോനെ. ഇവിടെ ഹാഫ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഹാഫ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഹാഫ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഹാഫ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഹാഫ് 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 അല്ലേ? അപ്പൊ നമുക്ക് 4 ഹാഫ് ചേരുന്നുണ്ട്. ഇത് തമ്മിൽ ചേർന്നാൽ 1 ആവും, ഇത് തമ്മിൽ ചേർന്നാൽ 1 ആവും. 2 ഹാഫ് ചേർന്നാൽ 1 ആതില്ലയോ? ഫൈനലി ആൻസർ എത്ര കിട്ടി? 2 കിട്ടിയല്ലോ. ഇതാണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ഒന്നും ഉപയോഗിച്ചില്ല. ഇനി നിങ്ങൾക്ക് ഇതിപ്പോ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക, അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇന്റഗ്രേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇയാളെ എടുത്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ.
ഈ ലിമിറ്റ് ഏതാണ്ട് ഇത് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഏറ്റവും നല്ലത് ഇതായിരിക്കും, ഇത്രയുടെ ഈസി. കുഴപ്പമില്ലല്ലോ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കണം, അല്ലാതെ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടുള്ള മെറ്റീരിയലും അതിനോടുള്ള ഷോർട്ട് ട്രിക്സും എല്ലാം തന്നുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ്സിനുള്ളിൽ നിന്നുമാണ്. ലിമിറ്റ്സിനുള്ളിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അത് ട്രിഗണോമെട്രി ബേസ് ചെയ്യുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, റൂട്ടുകളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലോഗുകളുടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ എക്സ്പൊണൻഷ്യൽ മീൻസ് ഈ റേഷ്യോന്റെ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻസുകൾക്ക് അതിനുള്ള മെത്തേഡ് ഉണ്ട്, ചില ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കാണുന്നതിനനുസരിച്ച് ചെയ്തു പോവാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഇന്ന മെത്തേഡ് കൂടെ ചെയ്യണമെന്നില്ല. പിന്നെ നമുക്ക് എപ്പോഴും എൽ ഹോസ്പിറ്റൽ റൂൾ, LH റൂൾ എന്ന് പറയും, ലോസ്പിറ്റൽ റൂൾ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുഴപ്പമില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കി എക്സ് ടെൻസ് 0 എന്ന് പറയുന്നത് എക്സിന്റെ പ്ലേസിൽ എല്ലാം 0 കൊടുത്താൽ നമുക്ക് 0/0 ആവുന്നുണ്ടോ നോക്കണം കേട്ടോ. ഇവിടെ ഇപ്പൊ 0 നമുക്ക് ഈ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഈ എക്സിനോട് 0 കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് a+0, a+0 എത്ര പോലെ a ആണ്, മൈനസ് ഇവിടെ റൂട്ട് ഓഫ് a-0, a-0 a തന്നെ, അപ്പൊ റൂട്ടിനുള്ളിൽ a വരും. അവിടെ 4 into x, 4 into 0 0, ന്യൂമറേറ്റർ 0, അപ്പൊ 0/, എത്രയായി, 0 ആയി. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും ലിമിറ്റിന്റെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം. സാധാരണ ഇങ്ങനെ റൂട്ടുകളുടെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളല്ല ചെയ്യുന്നത്, ഇതിന്റെ കോഞ്ചേറ്റ് കൊണ്ട് താഴ്മണ്ടയ്ക്കൊക്കെ ഇൻഡ് ചെയ്യും. അത് കുറെ ടൈം എടുക്കും. അപ്പൊ നമ്മളിവിടെ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്യണം, മീൻസ് ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കണം. ഇതിന്റെ ഓരോന്നിന്റെ ഡെറിവേറ്റീവ്സുകൾ എടുക്കണം. റൂട്ട് ഓഫ് a+x, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്, റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് ഓഫ് a+x 1/2 റൂട്ട് ഓഫ് a+x, ശരിയല്ലയോ? പിന്നെ ഉള്ളിലുള്ള ചെറിയ എക്സിന്റെ എയുടെ 0 ആണ്, എക്സിന്റെ എത്രയാണ് 1, വേണ്ട, മൈനസ് കിട്ടും. റൂട്ട് ഓഫ് a-x, റൂട്ട് ഓഫ് a-x, നമുക്ക് റൂട്ട് എക്സിന്റെ എന്തായിരുന്നു, റൂട്ട് എക്സിന്റെ എത്രയായിരുന്നു, 1/2 റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് ഓഫ് ഈ എക്സ് മാറി a-x ആവുന്നു. അപ്പൊ ആൻസറിനുള്ളില് ഈ എക്സ് മാറി a-x ആവുമ്പോൾ 1/2 റൂട്ട് ഓഫ് a-x എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകരുത്. ഒരു -1 ഒത്തിരി കുട്ടികൾ മറന്നുപോകും. എന്തുകൊണ്ടാ, ഉള്ളിലുള്ള a-x ചെയ്യുമ്പോൾ a0, പക്ഷെ -x -1 വരും കേട്ടോ. അപ്പൊ ഇവിടെ ഈ മൈനസ് ഞാൻ ഇട്ടു, എന്നിട്ട് അത് എഴുതുമ്പോൾ എങ്ങനെ വരും, 1/2 റൂട്ട് ഓഫ് a-x ഇൻറ്റു ആരുണ്ട്, -1 ഡിവൈഡഡ് ബൈ 4x ഡെറിവേറ്റീവ് എത്ര മോനെ, 4. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി. നെക്സ്റ്റ് വരുമ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0. ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 റൂട്ട് ഓഫ് a+x പ്ലസ് ഈ മൈനസും പ്ലസ് ആയി, again 1/2 റൂട്ട് ഓഫ് a-x ഡിവൈഡഡ് ബൈ എത്രയായി, 4. ഇതാണ് നമുക്ക് വലിയ സ്റ്റെപ്പ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ എക്സിനെ അങ്ങോട്ട് 0 കൊടുത്ത് നോക്കണം. ഓക്കെ, നമുക്ക് 0/0 എപ്പോ കിട്ടാതിരിക്കുന്നു നമ്മുടെ ആൻസർ ആവും. 0/0 കിട്ടുവാണെങ്കിൽ പിന്നെ ഡെറിവേറ്റീവ് എടുക്കണം. ഇപ്പൊ നമ്മള് ആദ്യം 0/0 കിട്ടി, ഡെറിവേറ്റീവ് എടുത്ത് സിംപ്ലിഫൈ ചെയ്തു. ഇനി നമ്മൾ എക്സിന് പിന്നെ നമ്മൾ 0 കൊടുത്ത് നോക്കുമ്പോൾ പിന്നെയും 0/0 കിട്ടുവാണെങ്കിൽ പിന്നെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വരുന്നത്, ഇത് 0 ഇത് 0, അപ്പൊ 1/2 റൂട്ട് a+0, a+0 a തന്നെ മതി, പ്ലസ് അഗൈൻ 1/2 റൂട്ട് ഓഫ് a+0 a-0 a തന്നെ മതി, ബൈ എത്ര മനെ, 4. അപ്പൊ 1/2 റൂട്ട് a പ്ലസ് 1/2 റൂട്ട് a ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇതിന്റെ ആൻസർ എഴുതുന്നത് എങ്ങനെയാണ് നിങ്ങൾ, 1/2 റൂട്ട് a പ്ലസ് 1/2 റൂട്ട് a. അപ്പൊ അത് ആക്ച്വലി ഇത് 2/2 റൂട്ട് a എന്ന് വരും കേട്ടോ, ബൈ ആര് വേണ്ട 4. ഇതതിന്റെ സ്റ്റെപ്പ്. ഇത് നിങ്ങളുടെ 2/2 റൂട്ട് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. എന്റെ നോട്ടത്തിൽ രണ്ട് ഡിനോമിനേറ്റർ സെയിം അല്ലേ, 2 റൂട്ട്. അപ്പൊ കോമൺ ആയിട്ട് 2 റൂട്ട് എഴുതുക, ന്യൂമറേറ്റർ 1 + 1 2 അങ്ങനെ എഴുതുന്നത് കേട്ടോ. പല രീതിയിൽ കൂടെ ഒക്കെ മീനിങ് ഒക്കെ ഉണ്ട്, വേറെ അത് വേണ്ട. ഇപ്പൊ 2 into എന്തായി പോയി, ക്യാൻസൽ ആയി. ബാക്കി ആരൊക്കെ ഉണ്ട്, ബാക്കിയുള്ളത് ഇവിടെ ഒരു കട്ട് ചെയ്യുമ്പോൾ 1 ഉണ്ട്, ആൻസർ 1/√a ഡിവൈഡഡ് ബൈ എത്ര, 4. ഇത് ഒറ്റ സ്റ്റെപ്പ് 1/4√a എന്ന് കിട്ടും കേട്ടോ. ഈ രണ്ട് ഡിനോമിനേറ്റർ ചേർത്ത് 1/4√a എന്ന് കിട്ടും. ആൻസർ ഇതാണ്. ഓക്കെ, ഓപ്ഷനിൽ രണ്ടാമത്തെ ഉണ്ട്. നമ്മുടെ കീമിനാകുമ്പോൾ 5 ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ 4 ഓപ്ഷൻസ് ഇടുന്നുള്ളൂ കേട്ടോ. 5 ഓപ്ഷൻസ് ഉണ്ടാവും, കുഴപ്പമില്ലല്ലോ. ഇതാണ് ഇപ്പൊ ഈ ചിലപ്പോൾ ഈ റൂട്ട് താഴേക്ക് വരാം കേട്ടോ, 4x മണ്ടയ്ക്ക് വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോഴൊക്കെ ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ, അല്ലാതെ നിങ്ങൾ വേറെ രീതിയിൽ കൂടെ ഒന്നും ആക്കില്ല. ഇനി താഴെയും മണ്ടയ്ക്ക് റൂട്ടുകൾ വരാം, താഴെ മണ്ടയ്ക്ക് റൂട്ടുകൾ വന്നാൽ താഴെയും മണ്ടയ്ക്കും ഡെറിവേറ്റീവ് എടുക്കണം, എന്നാൽ റൂട്ടിന്റെ പോലത്തെ ടൈംസ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റൻസുകളും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റൻസുകളാണ്, അതുകൊണ്ട് കുട്ടികൾ എഴുതിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസുകളിൽ വരുന്നതാണേ. നെക്സ്റ്റ്
നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വലിയ പരിചയം ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ചേര്. നിങ്ങൾ എപ്പോഴും കൂടുതൽ പഠിക്കുന്ന നമുക്ക് പരിചയ സംബന്ധരായിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളത് അല്ലേ, അത് മാത്രം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. ഈ ഇച്ചിരി സെന്റൻസ് ആയിട്ടുള്ളതോ നമ്മൾക്ക് അറിയാൻ വയ്യാത്ത ചാപ്റ്റർ ഒന്നും നോക്കത്തില്ല അല്ലേ. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് ഇത്. പക്ഷേ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ നോക്കിക്കേ. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് px പ്ലസ് q ആർ ഓക്കെ വേണേ ഇക്വേഷൻ ആക്കാം, പോളിനോമിയൽ ആയാലും കുഴപ്പമൊന്നുമില്ല, ഈക്വൽ 0 ആർ ആരൊക്കെയാ tan 19 and tan 26. ഇതിന്റെ റൂട്ട്സുകൾ tan 19 ഉം tan 26 ഉം ആണെങ്കിൽ ഈ പറഞ്ഞേക്കുന്നതിനുള്ളിൽ ഏതാണ് കറക്റ്റ് ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ വായിച്ച് വരുമ്പോൾ ഒരു തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എങ്ങനെയാന്നുള്ളൊരു പ്രോബ്ലം വരും. എങ്ങനെ തന്നെ ചെയ്യും? അപ്പൊ ഇതിനുള്ളിലുള്ള 1-2 ക്ലൂ ഒക്കെ ഞാനൊന്ന് പറയാം. ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ ഇപ്പൊ ഒരു മിക്കവാറും വേരിയബിൾസ് ഒക്കെ ഇതിനുള്ളിൽ കാണും. കണ്ടല്ലോ, ഇത് കണ്ടോ? ഈ 2 പേരെ കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് തോന്നുന്നു ഈ രണ്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഞാനിപ്പോ പറയും. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേകത വരുന്നുണ്ടോ നോക്കിക്കേ. ചിലർക്ക് മനസ്സിൽ വന്ന് കാണും. ഈ 2 ആയങ്ങൾ തന്നെ പ്രത്യേകത ഇതുണ്ട്. tan 19 tan 26 രണ്ടോടെ ചേരുമ്പോൾ എത്ര 45, tan 45 1. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. ഇത് മനസ്സിലാക്കാന്നുള്ളതാണ്. ഇനി tan 19 വരും tan 26 വേറെയൊക്കെ വരാം. പക്ഷെ സമ്മ് 45 ആവുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇത് നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കും, ഈ പ്രോബ്ലം കണ്ടു, എന്നിട്ട് മനസ്സിലാക്കി, എന്നിട്ട് എന്ത് ചെയ്യണം? ഇതങ്ങോട്ട് ബുക്കൊക്കെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇതിനെ പഠിച്ചതെന്ന് വെച്ചോണ്ട് അങ്ങോട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റിനുള്ളിൽ തീർക്കണം. അങ്ങനെ വേണം പ്രാക്ടീസ് ചെയ്യാൻ, എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഫാസ്റ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ആക്യുറസിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ, ഒരു കൺസെഷനും ഇല്ല. കറക്റ്റ് എന്നുള്ളതിന് മാത്രമേ ഇവിടെ ഒരു വാല്യൂ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങാം. വി ഹാവ് tan 45 ഈസ് ഈക്വൽ ടു tan ഓഫ് 19 പ്ലസ് ആരെന്ന് എഴുതാം മോനെ 26. 45 19 26. ഇവിടെ 19 26 ആയതുകൊണ്ടാണ്. ഇവിടെ 20 25 ആണെങ്കിൽ 20 പ്ലസ് 25 എന്ന് എഴുതണം. അത്ര ഇവിടെ കേട്ടോ. ഓക്കെ, that is tan implies tan 45 എത്രയാണ് 1 is equal to ഇതിപ്പോ tan ഓഫ് a പ്ലസ് b. what is tan ഓഫ് a പ്ലസ് b? എല്ലാവർക്കും അറിയണം. അറിഞ്ഞേ പറ്റൂ, വേറെ മാർഗമൊന്നുമില്ല. what is tan ഓഫ് a പ്ലസ് b? tan a പ്ലസ് tan b by 1 minus tan a tan b. എങ്ങനെ? tan a പ്ലസ് tan b by 1 minus tan a tan b. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം tan a പ്ലസ് tan b by 1 minus tan a tan b. ഓക്കെ ആണല്ലോ. അത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നോക്കിക്കേ tan ഓഫ് a പ്ലസ് b. അപ്പൊ ഇയാളെ നമ്മുടെ a ആയിട്ട് കരുതേണ്ടത്. ഇത് നമ്മുടെ ആരമനെ b. അപ്പൊ tan ഓഫ് 19 പ്ലസ് 26 tan ഓഫ് a പ്ലസ് b. അപ്പൊ tan a എന്ന് പറയുമ്പോൾ tan 19 പ്ലസ് tan b എന്ന് പറയുമ്പോൾ tan ഓഫ് 26 by 1 മൈനസ് tan 19 ഇൻറ്റു tan ഓഫ് 26. ഓക്കെ ആയില്ലേ? ഇങ്ങനെ ഇട്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, വലിയ പ്രയോജനമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ ആക്ച്വലി ഇയാൾ ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ എന്റെ നോക്കിക്കേ, ഇഫ് ദ റൂട്ട്സ് ഇതിന്റെ റൂട്ട്സുകളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം റൂട്ട്സുകൾ ആൽഫയും ബീറ്റ. ഇത് ഒത്തിരി പേർക്ക് ഓർമ്മയുള്ള ടൈംസ് ഉണ്ട്. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ദെൻ ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ മൈനസ് ബീറ്റ എന്ന് നിങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ. ഇവിടുത്തെ ആൽഫയും ബീറ്റയും ഇതാണ് നമ്മുടെ ആൽഫ കേട്ടോ. റൂട്ട്സുകളെ നമ്മൾ ആൽഫയും ബീറ്റയിലാണ് വിളിക്കുന്നത്. ബട്ട് റൂട്ട്സ് ആർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ tan 19 ആൻഡ് tan 26. അപ്പൊ ഇയാൾ നമ്മുടെ ആൽഫയും ഇയാൾ നമ്മുടെ ആരാ ബീറ്റയും. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന സം ഓഫ് ദ റൂട്ട്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ആൽഫ പ്ലസ് ബീറ്റ എന്നോട് ഉദ്ദേശിക്കുന്നത് tan 19 പ്ലസ് tan ആരെന്നാണ് 26 എന്നാണ്. സം ഓഫ് ദ റൂട്ട്സ് ഈക്വൽ ടു പണ്ട് പഠിച്ചിട്ടുണ്ടാവും മൈനസ് ബി ബൈ എ. എങ്ങനെ? മൈനസ് ബി ബൈ എ. അപ്പൊ മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെയാന്ന് പറയുന്നത് മൈനസ് ബി ബൈ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആ, ബി ആരാന്ന് ചോദിച്ചാൽ പി ആ, ക്യൂ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ആ കേട്ടോ. ഓക്കെ, ഇതാണ് എ ബി സി. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പൊ മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കിട്ടും മോനെ? മൈനസ് പി ബൈ 1 അല്ലെ. മൈനസ് പി ബൈ 1 ആൻസർ ആരാ? മൈനസ് പി. അപ്പൊ tan 19 പ്ലസ് tan 26 ആരാ മോനെ? മൈനസ് പി. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട്സുകളുടെ പ്രോഡക്റ്റ്. ഇവിടുത്തെ റൂട്ട്സുകൾ ആരൊക്കെയാ? tan 19 ഇൻറ്റു tan 26. അതെന്ന് പറഞ്ഞാൽ സി ബൈ എ ഈക്വലാണ് കേട്ടോ. സി ബൈ എ. ഇവിടുത്തെ സി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, കോൺസ്റ്റന്റ്. ഇവിടെ ക്യൂ ബൈ 1. ക്യൂ ബൈ 1 എത്ര മോനെ? ക്യൂ.
അപ്പൊ നമുക്ക് കിട്ടിയ എന്താ പറയാ, tan 19 പ്ലസ് tan 26 എന്ന് പറഞ്ഞാൽ മൈനസ് പി ആണ്. tan 19 ഇൻറ്റു tan 26 എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. tan 19 പ്ലസ് tan 26, tan 19 ഇൻറ്റു tan 26, ദാറ്റ് ഈസ് ഇംപ്ലൈസ് 1 ഈക്വൽ ടു ഈ ന്യൂമറേറ്ററിന് പകരം നമുക്ക് ആരുടെ പേര് കൊടുക്കാം മോനെ, മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് tan 19 ഇൻറ്റു tan 26. ആൻസർ എത്രയാണ്, ക്യൂ. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇവരെ നമ്മൾ പതുക്കെ ഇങ്ങോട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്ന നോക്കിക്കേ. ദിസ് 1 ഇൻറ്റു 1 മൈനസ് ക്യൂ അല്ലേ. 1 ഇൻറ്റു 1 മൈനസ് ക്യൂ എത്ര എഴുതാം, 1 മൈനസ് ക്യൂ എന്ന് എഴുതിക്കോട്ടെ. 1 മൈനസ് ക്യൂ ഈക്വൽ എത്രയാണ് മോനെ, മൈനസ് പി. ഇങ്ങനെ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ളിൽ ആര് ശരിയാക്കും എന്നുള്ളതാണ്. ഇത് നോക്കിക്കേ, ഇതിൽ ആരാണ് ഇതുമായിട്ട് ശരി. എന്തായാലും ഇത് രണ്ടും അല്ലെന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി കാണാം. പി പ്ലസ് ക്യൂ 2, പി പ്ലസ് ക്യൂ 3, ഇവിടെ 1 പിയും ക്യൂവും 1 ഉള്ളത്. അപ്പൊ പിയും ക്യൂവും 1 തമ്മിൽ ചേരുന്നതാണ് ഇവിടെ ആൻസർ. ഇവിടെ ഉണ്ട് പിയും ക്യൂവും 1, ക്യൂവും പിയും 1. ഇനി അതിനുള്ളിൽ ആരാണെന്നുള്ളത് കറക്റ്റ് ആക്കണം. ഓക്കെ, ഇവിടെ നോക്കിക്കാൻ പറ്റും 1കൾ രണ്ടും പോസിറ്റീവിലാണ് കിടക്കുന്നത് അല്ലേ. ഈ 1 കിടക്കുന്നത് ഇവിടെ ഇപ്പൊ പോസിറ്റീവിലല്ലയോ. അപ്പൊ അവനെ അവിടെ ഇട്ടിട്ട് ഇവനെ അങ്ങ് അപ്പുറത്തുകൊണ്ടാണ്. ഈ മൈനസ് ക്യൂ അപ്പുറത്ത് തരുമ്പോ എന്താവും മോനെ, പ്ലസ് ക്യൂ. ശരിയല്ലയോ. ഈ മൈനസ് ക്യൂ ഈക്വൽ അപ്പുറത്ത് തരുമ്പോ പ്ലസ് ക്യൂ. അപ്പുറത്ത് ആരുണ്ടായിരുന്നു, മൈനസ് ബി. ഇപ്പൊ ഒന്ന് വായിച്ചേ, ക്യൂ മൈനസ് ബി ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് വരെയും കൺഫ്യൂഷൻ ആയിട്ട് പോയല്ലോ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യനാ. ഇത്രയും സമയം നിങ്ങൾ എത്രത്തോളം ഇതിനെ ഏറ്റവും റെഡ്യൂസ് ചെയ്ത് ഏറ്റവും ചെറിയ മിനിറ്റ്സുകളല്ല ഏറ്റവും ചെറിയ സെക്കൻഡ്സുകൾക്കുള്ളിൽ ചെയ്യുന്ന രീതിയിൽ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ആവണം. എന്നെങ്കിലും ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് നമ്മുടെ എൻട്രൻസിന് മാക്സിമം മിനിമം ഇങ്ങനെ അല്ലേ. ഇത് കാണുമ്പോഴേ നമ്മുടെ പകുതി ജീവൻ പോകും. മീൻസ് ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള പ്രോബ്ലം. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കറക്കി കുത്തിയുള്ള ഒരു ആൻസർ ആയിരിക്കും സാധാരണ. അപ്പൊ ഇത് 2 രീതിയിൽ കൂടെ ചെയ്ത് കാണിക്കാം. ഞാൻ 2 രീതിയും നിങ്ങൾക്ക് എന്ത് ചെയ്ത് കാണിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ചിലർക്കുണ്ട് ഈ ട്രിക്കിനെക്കാളും ആ മെത്തേഡ് ഒന്ന് പഠിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാനപ്പോ 2 കാണിക്കാം, ശ്രദ്ധിച്ച് ചെയ്യുക. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇംപ്ലൈസ് ഇട്ടുകൊണ്ട് ഈ മോഡുലസിനെ കളയുന്ന രീതി എന്ന് പറഞ്ഞാൽ നോക്കി ക്വസ്റ്റ്യൻ, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ 3 ആണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 1 കേട്ടോ. അപ്പോൾ ഇസഡ് പ്ലസ് 4ന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ 3 അങ്ങനെയാണ് ഇസഡ് പ്ലസ് 1ന്റെ മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ 3 എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതിക്കണം, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ 3 എന്നാണ് ഇതിനെ നമ്മുടെ മോഡുലസിനെ ഒഴിവാക്കുമ്പോൾ എഴുതുന്നത്. ഇത് പലർക്കും അറിയത്തില്ല. ഇങ്ങനെ ചെയ്തപ്പോ നമുക്ക് ഇങ്ങനെ മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കണ്ടു. ഇതിനെ എന്തൊരു മോഡുലസിനെ ഒന്ന് മാറ്റി എഴുതാൻ പറഞ്ഞാൽ നമ്മുടെ ചുമ്മാതെ മോഡുലസിനെ എഴുതാൻ കളയും. അതിനല്ല കേട്ടോ. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടി. ഇവിടെ നമുക്ക് നടുക്ക് ഇസഡ് മാത്രമാക്കാം കേട്ടോ. ഈ +4 ഇങ്ങോട്ടും വരും, ഈ +4 ഇങ്ങോട്ടും വരും. ഇപ്പോഴത്തെ വരുന്നത് -4. അപ്പൊ -3 -4 3 -4. ഓക്കെ ആണല്ലോ. നടുക്ക് ഇസഡ് മാത്രമാക്കി കേട്ടോ. അപ്പൊ -3 -4 എന്ന് പറയുമ്പോൾ -7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഓക്കെ ആണല്ലോ അല്ലേ, ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. നമുക്ക് ഇതൊന്നും അല്ലല്ലോ വേണ്ടത്. നമുക്ക് വേണ്ടത് മാക്സിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 1. മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 1. ദെൻ ഫസ്റ്റ്ലി ഫൈൻഡ് ഇസഡ് പ്ലസ് 1. ഇപ്പൊ നമ്മുടെ ഉള്ളത് ഇസഡ് അവനെ ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് പ്ലസ് 1 ആകത്തില്ല. ഇങ്ങനെ ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് 1 ആഡ് ചെയ്യുമ്പോൾ ഇസഡ് പ്ലസ് 1 ആയി. അപ്പൊ ഇവിടെ 1 ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെയും 1 ആഡ് ചെയ്യണം, ഇവിടെയും 1 ആഡ് ചെയ്യണം, എല്ലാവരും 1 ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഞാൻ 1 ആഡ് ചെയ്തു. അപ്പൊ നടുക്ക് ഇസഡ് പ്ലസ് 1 ആക്കി. അപ്പൊ ഇതെന്തായി, -6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് പക്ഷേ ഇസഡ് പ്ലസ് 1ന്റെ വാല്യൂ അല്ല, മോഡുലസിന്റെ. അപ്പൊ എല്ലാവരും മോഡുലസ് എടുക്കണേ. അപ്പൊ ഇവിടെ മോഡുലസ് ഓഫ് -6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് 0. ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ മോഡുലസ് എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങൾ ഗ്രേറ്റർ ദാൻ മാറ്റണേ, ഇൻഇക്വൽ സൈൻ മാറ്റിക്കോണം കേട്ടോ. മൈനസ് ആണ് പ്ലസ് ആയത്. ഓക്കെ, മൈനസ് പ്ലസ് ആവുക. ഓക്കെ, മോഡുലസ് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആവത്തില്ല. അപ്പൊ 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എത്രയായി, 0. ദാറ്റ് മീൻസ് തിരിച്ചാണ് ആക്ച്വലി. അപ്പൊ എഴുതുമ്പോൾ ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ 6. ഏറ്റവും ചെറുത് 0,
തൊട്ട് വലുത് തൊട്ട് എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാല്യൂ 0യ്ക്കും 6നും ഇടയിലാണ്. അപ്പൊ മോഡുലസ് ഓഫ് z+1 ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 6 എന്ന് പറഞ്ഞാൽ this is minimum and this is maximum. Therefore maximum value of modulus of z+1 is ഇത്രയാണ് മോനെ 6. നോക്കി ഇത്ര വായിച്ചാൽ മതി. മോഡുലസ് ഓഫ് z+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ മോഡുലസ് z+1 വാല്യൂ 6 6 കുറവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് 6 അല്ലേ മോനെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇനി മറ്റൊരു രീതിയിൽ കൂടെ ഞാൻ ഇതിനെ ഒന്ന് ചെയ്ത് കാണിക്കാം. നോക്കണേ. അപ്പൊ ഇത് നോക്കിക്കേ, ഇത് 4 ആണ് അല്ലേ, ഇതാരാ മോനെ 3, ഇത് എത്ര മോനെ 1. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ട്രിക്ക് ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഷോർട്ട് ട്രിക്ക് ചെയ്യുന്ന രീതി എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ 3 നമ്പറിനെ നമ്മൾ ഇങ്ങനെ എടുത്തെഴുതണം, 4 3 1. ഓക്കെ. ഇത് മാക്സിമത്തിന് വേണ്ടി ഞാൻ ആദ്യം ചെയ്യും, രണ്ടാമത്തെ മിനിമത്തിന് വേണ്ടി ചെയ്യുമ്പോഴും 4 3 1 എന്ന് എഴുതണം കേട്ടോ. മാക്സിമത്തിന് വേണ്ടി ആവുമ്പോൾ ഇത് നമ്മൾ പ്ലസ് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുക. മിനിമത്തിന് വേണ്ടി ആവുമ്പോൾ ഇത് നമ്മൾ പ്ലസ് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ പ്ലസ് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുക, ഇങ്ങനെ വേണം. അപ്പൊ ഒന്നുകൂടെ കേട്ടോ, മാക്സിമത്തിന് വേണ്ടി ആവുമ്പോൾ ആദ്യത്തെ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് മൂന്നാമത്തെ മൈനസ് ചെയ്യണം. മിനിമത്തിന് വേണ്ടെങ്കിൽ രണ്ടാമത്തേത് മൂന്നാമത്തേത് നമ്മൾ പ്ലസ് ചെയ്തിട്ട് ആദ്യത്തേത് മൈനസ് ചെയ്യണം. അതാണ് 4ന് മൈനസ് കൊടുത്തു, അടുത്ത നമ്മൾ പ്ലസ്. അപ്പൊ നോക്കിക്കേ ഇവിടെ എത്ര, 4 + 3 7, 7 - 1 6. ഓക്കെ, നമുക്ക് 6 കിട്ടിയില്ലയോ. നെക്സ്റ്റ് നോക്കിയോ, -4 + 3 + 1 3 + 1 എത്ര 4, ഇത് -4. ആൻസർ ആരെ കിട്ടി 0. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റിനെ ഷോർട്ട് ട്രിക്ക് ആയിട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നിടത്തോട്ട് എല്ലാം ഷെയർ ചെയ്യണം. കാരണം ഇങ്ങനത്തെ പ്രോബ്ലംസുകൾക്ക് ഒത്തിരി ഡിമാൻഡ് ഉള്ളതാണ്. മീൻസ് ഒത്തിരി കുട്ടികൾക്ക് ഇനി നമ്മുടെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ ഒത്തിരി ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരു എൻട്രൻസിൽ കഴിഞ്ഞ് ഒത്തിരി ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇത് എൻട്രൻസ് എഴുതുന്നവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് പറ്റുന്ന കുട്ടികളോട്ടെല്ലാം ഇതെല്ലാവരും ഷെയർ ചെയ്യുക. കാരണം നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. പ്രോബ്ലമുകൾ എന്ന് ഞാൻ പറയുന്നില്ല, അതിനുള്ള ഇൻഫർമേഷൻസുകൾ അത്രയ്ക്ക് വലുതാണ്. പലർക്കും പല കാര്യങ്ങളും ഇതിനുള്ളിൽ പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ പതിങ്ങനെ കേട്ട് മാത്സിനെ ഏറ്റവും അടുത്തറിയാനുള്ള അവസരങ്ങളാണ്. നഷ്ടപ്പെടുത്തല്ലേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പരിചയം കുറവുള്ള ക്വസ്റ്റ്യനാണ്. എൻട്രൻസിൽ ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് കേട്ടോ. x 3/2 z are in AP, x 3z are in GP, then which of the following in HP? What is meant by HP? Harmonic progression. This is arithmetic progression, this is geometric progression, and this is harmonic progression. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് പക്ഷെ പരിചയം കുറവാണ്. ഇവിടെ നോക്കിക്കേ, x 3/2 z are in AP. 3 ടേംസുകൾ APയിലാണെങ്കിൽ ആ നടുക്കത്തേനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദീസ് ടു. ഓക്കെ, അരിത്തമെറ്റിക് മീൻ ഓഫ് ദീസ് ടു. അപ്പൊ ഇവിടുത്തെ നമുക്ക് x 3/2 z r in AP എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ എത്ര മോനെ 3/2 എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് x 3z r in GP. 3 ടേംസുകൾ GPയിലാണെങ്കിൽ ആ നടുക്കത്തെ ടേമിനെ വിളിക്കുന്ന പേരാണ് ജോമെട്രിക് മീൻ ഓഫ് ദീസ് ടു നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്നവനെ ജോമെട്രിക് മീൻ ഈസ് ഈക്വൽ എത്രയാണ് 3. അപ്പൊ നമുക്ക് 2 ഡേറ്റാസ് കിട്ടി, അരിത്തമെറ്റിക് മീനിങ് കിട്ടി, ജോമെട്രിക് മീനിങ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എസ് പി നമ്മൾ ഹാർമോണിക് മീൻ കേട്ടോ. എസ് പി ഹാർമോണിക് മീൻ എന്നാണ്, HM എന്നാണ് ഇവിടെ AM GM HM. ഇവര് 3 പേരും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതാണ്. ഓക്കെ, അവര് തമ്മിലുള്ള റിലേഷൻ ഈ 3 പേര്. അപ്പൊ ഇവനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന A എന്നും, ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന HG എന്നും, ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന H എന്നും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോർമുല എന്താണ്? G² ഈസ് ഈക്വൽ ടു AH. ഇങ്ങനെ 3 ടേംസുകൾ ഒരേപോലുള്ളവര് 3 സീക്വൻസിലാണെങ്കിൽ ഇവരുടെ മീൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ G² ഈക്വൽ ടു A ഇൻറ്റു H. G എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മീൻസ് ജോമെട്രിക് മീൻ, ദാറ്റ് ഈസ് 3² ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ. ഇവിടെ എത്ര പറയുന്നത് 3/2 ഇൻറ്റു H നമുക്ക് അറിയാൻ വയ്യത് കേട്ടോ, H. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് H കേട്ടോ. ഇത് അതിന്റെ ഏതോ ഒരാളാണ് നമ്മുടെ ഹാർമോണിക് പ്രോഗ്രഷൻ ആവുന്നത്, മീൻസ് ഹാർമോണിക് മീൻ ആവുന്നത് കേട്ടോ. ദാറ്റ് ഈസ് G² ഈക്വൽ ടു A ഇൻറ്റു H, G² ഈക്വൽ ടു A ഇൻറ്റു H. ദാറ്റ് ഈസ് 9 ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു എത്ര എന്നാ H ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 ഈക്വൽ ടു 3H or H ഈക്വൽ ടു 18/3. ആൻസർ 6 ഈക്വൽ എത്ര മോനെ H.
ഓക്കെ, അപ്പൊ എച്ചിന്റെ വാല്യൂ 6, നടുക്ക് 6 വരുന്നത് തന്നെ ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹാർമോണിക് മീൻ ആവുന്നത്. ഓക്കെ ആണല്ലോ, നല്ല ക്വസ്റ്റൻ ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടുന്നെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റൻ, ട്രിഗണോമെട്രി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി. നമുക്ക് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ ഇഷ്ടംപോലെ ക്വസ്റ്റൻസുകൾ ഉള്ളതാണ്. ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് എന്ന് പറയാൻ എണ്ണ ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട്, നല്ല ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻസുകളുണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട്. ചില ക്വസ്റ്റൻസുകൾ സിമ്പിൾ ആണെങ്കിലും കണ്ടാൽ ആദ്യം എളുപ്പം തോന്നാത്തതുകൊണ്ട് പല രീതിയിൽ കൂടെ ഉണ്ട് കേട്ടല്ലോ. ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പക്ഷെ അറിയാൻ മയ്യത്തിൽ ഉണ്ടാവും. ഓക്കെ, 3 cos theta equal to 4 sin theta then tan of 45 plus theta. നമുക്ക് ഇതൊരു എൻട്രൻസ് പ്രോബ്ലം ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ നോക്കാം, 3 cos theta equal to 4 sin theta ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ്? നമുക്ക് ക്വസ്റ്റൻ നോക്കിക്കേ, വേണ്ടത് എന്താണ്? tan of 45 plus theta, tan of a plus b ആണ്. അപ്പൊ tan ആണ് വേണ്ടത് കേട്ടോ. tan of a plus b tan a plus tan b by 1 minus tan a tan b. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോ ടാൻ തീറ്റ എന്ന് വരത്തില്ല മോനെ ഇവിടെ. ടാൻ തീറ്റ അപ്പൊ വേണം. അപ്പൊ ഇവിടെ സൈൻ തീറ്റയും കോസ് തീറ്റയും ടേംസ് ഉണ്ടെങ്കിൽ ടാൻ തീറ്റ എളുപ്പം ചെയ്യാം. നോക്കിക്കേ, 3 cos theta is equal to 4 sin theta. ഇവിടുന്ന് ടാൻ വേണമെങ്കിൽ ഈ കോസ് തീറ്റ ഇങ്ങോട്ട് വന്ന് സൈന്റെ താഴെ കോസ് വരണം. അപ്പൊ 4 ഇങ്ങോട്ട് വന്ന് 3യുടെ താഴെ വരണം. അത്രയും ചെയ്താൽ മതി. അപ്പൊ ഈ 3 എഴുതി, ഈ 4 ഇങ്ങോട്ട് വന്ന് ബൈ 4 ആയി. ഈക്വൽ ടു സൈൻ തീറ്റ എഴുതി, താഴോട്ട് കോസ് തീറ്റ വന്നു. അപ്പൊ 3/4 ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. വട്ട് ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ? ടാൻ തീറ്റ അല്ലേ. അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു എത്ര കിട്ടി? 3/4 ടാൻ തീറ്റ കിട്ടി. ടാൻ തീറ്റ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് എഴുതാം? ടാൻ ഓഫ് ആരുണ്ട്? 45 പ്ലസ് തീറ്റ. ഇതൊരു ഫോർമുല ആണ്. ടാൻ ഓഫ് 45 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല ആയിട്ട് പഠിക്കണം. ടാൻ ഓഫ് a പ്ലസ് ബി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ വാല്യൂ ഇങ്ങനെ 1 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ എന്നാണ് കേട്ടോ. 1 പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ തീറ്റ. ഓക്കെ, ഇവിടെ തന്നെ നമ്മുടെ ആൻസർ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ കൂടുതൽ പറഞ്ഞ് വേണ്ട, ചെയ്ത് കാണിക്കാം. ടാൻ ഓഫ് എ പ്ലസ് ബി. അപ്പൊ എങ്ങനെയാ ടാൻ ഓഫ് എ പ്ലസ് ബി വെച്ച് ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ഇതാണ് ടാൻ ഓഫ് എ പ്ലസ് ബി. ശരിയല്ലയോ? ടാൻ ഓഫ്, അപ്പൊ ഇയാളാണ് നമ്മുടെ എ ആയിട്ട് കരുതേണ്ടത്, ഇത് നമ്മുടെ ബി ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഓക്കെ, ഇവിടെ ടാൻ 45 1 ആവത്തില്ലയോ? അപ്പൊ ഇത് 1 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഇൻറ്റു ടാൻ തീറ്റ ബിക്കംസ് ടാൻ തീറ്റ. അതല്ല, അത് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ടു പഠിക്കണം. ടാൻ ഓഫ് 45 പ്ലസ് തീറ്റ 1 പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ തീറ്റയും, ടാൻ ഓഫ് 45 മൈനസ് തീറ്റ ആണെങ്കിൽ ഇത് മണ്ടയ്ക്ക് വരും, ഇവൻ താഴെ വരും. അത്രയും. അപ്പൊ 1 പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ തീറ്റ. ടാൻ തീറ്റ എത്ര കിട്ടി? 3/4. അപ്പൊ 1 പ്ലസ് 3/4 ബൈ 1 മൈനസ് 3/4. ഇവിടെ നമ്മൾ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെയും മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 4 into 1 4 പ്ലസ് 1 into 3 3 ബൈ 1 into 4 4 ബൈ 4 into 1 4 മൈനസ് 1 into 3 ബൈ 4. ആൻസർ എത്ര കിട്ടും നോക്കിക്കേ? 4 പ്ലസ് 3 7/4 ബൈ 1/4. That is 7/4 into 4/1. 4 4 cancel. 7/1. ആൻസർ എത്ര കിട്ടി? 7 കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ നല്ല ക്വസ്റ്റൻ ആണ്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, വളരെ ഈസിയാണ് അല്ലേ. ഇവിടെ തന്നെ ആൻസർ ഉണ്ടെന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഈ 3 cos theta equal to 4 sin theta എന്ന ആൻസർ വന്നു കഴിഞ്ഞാൽ 4 plus 3 by 4 minus 3. അതാണ് നമ്മുടെ ആൻസർ. 7/4 കേട്ടോ. 7 ആൻസർ 1 കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് എഴുതാം. പക്ഷെ ആദ്യമേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പലരും ചോദിക്കും ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന്. അപ്പോൾ മെത്തേഡിലൂടെ കാണിച്ചാണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ടാൻ ഓഫ് 45 പ്ലസ് തീറ്റയെ നിഷ്പ്രയാസം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ട്രിഗണോമെട്രിയിൽ നിന്ന് തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു എളുപ്പമുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എൻട്രൻസിന് ചോദിക്കുന്ന ടൈപ്പ് ആണ്. The value of sin 40 plus theta cos 10 plus theta minus cos 40 plus theta sin 10 plus theta. ഇത് വായിച്ച് തീരുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂ ഇവൻ അവനാണല്ലേ. ഏവൻ സൈൻ ഓഫ് എ മൈനസ് ബി ഫോർമാൻ. നോക്കിക്കേ, ഇത് എ, ഇത് ബി, ഇതാരാ? ബി എ, ഇത് ബി. ശരിയല്ലയോ? 40 പ്ലസ് തീറ്റ എ ആയിട്ടും 10 പ്ലസ് തീറ്റകളെ ബി ആയിട്ടും കരുതി കഴിഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, സൈൻ ഓഫ് എ മൈനസ് ബി അല്ലേ.
ഇവിടുത്തെ ഞാനൊരു മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്നത് നോക്കിക്കോണേ. നിങ്ങളുടെ തീറ്റയ്ക്ക് അങ്ങ് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? തീറ്റ അങ്ങോട്ട് വലിച്ചു വരെ അങ്ങോട്ട് പോകണ്ട കേട്ടോ. തീറ്റയ്ക്ക് എല്ലാം 0 കൊടുത്തു കഴിഞ്ഞാൽ sin 40 cos 10 ശരിയല്ല, 40 + 0 40, 10 + 0 10 മൈനസ് cos 40 sin 10. ഇങ്ങനെയും കൂടെ നിങ്ങൾക്ക് എഴുതിയാൽ ഇച്ചിരി ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ തീറ്റയൊക്കെ അവിടെ കിടന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല, അവിടെ ഇല്ലാതായാലും പ്രോബ്ലം ഇല്ലെന്ന് കാണിക്കുക. അല്ല തീറ്റ ഇട്ടുകൊണ്ട് തന്നെ ചെയ്യണം നിർബന്ധമില്ലെന്ന് കാണിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ തീറ്റയ്ക്ക് എല്ലാം 0 കൊടുത്തപ്പോ ഇതെല്ലാം തീറ്റകൾ ഇല്ലാതായപ്പോ ഇങ്ങനെ ഇട്ടി. ഇത് വേണ്ട എ, ഇത് ബി, ഇതാരാ സി, ഇത് ഡി. അപ്പൊ നമുക്ക് സൈൻ ഓഫ് എ മൈനസ് ബി യുടെ ആണ് കേട്ടോ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി സൈൻ ഓഫ് എ മൈനസ് ബി. ഇവിടെ എ ആരായിരുന്നു 40, ബി ആരാ 10. അപ്പൊ സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് സൈൻ ഓഫ് ആരാ 40 മൈനസ് 10. ദാറ്റ് ഈസ് ആൻസർ ആരെ കിട്ടും? സൈൻ 30. വാട്ട് ഈസ് സൈൻ 30? 1/2. ഓക്കെ ആണല്ലോ. സൈൻ 30 1/2. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ അവിടെ തീറ്റയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 0 കൊടുത്ത് ബാക്കി കിട്ടുന്നതിന് പിന്നെ നിങ്ങൾ ചെയ്താൽ മതി, ആ നമ്പർ മാത്രം ചെയ്താൽ മതി. അല്ല തീറ്റയായി ഇട്ടുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണത്. ഇനി തീറ്റയായി ഇട്ടുകൊണ്ട് അപ്ലൈ ചെയ്താൽ ഇത് തന്നെ കിട്ടും, വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇവിടെയൊക്കെ ചെയ്യാം. ഒത്തിരി ക്വസ്റ്റൻസ് ഉണ്ട് ട്രിഗണോമെട്രിയിലെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ചെയ്യുന്നത്. തീറ്റയ്ക്ക് 0 കൊടുക്കുക, 45 കൊടുക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ഡിഗ്രീസുകളെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി ക്വസ്റ്റൻസുകൾ പഠിച്ചെങ്കിൽ ട്രിഗണോമെട്രി ഈസി ആകത്തുള്ളൂ. അല്ലാതെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പഴയ മെത്തേഡിൽ കൂടെ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ തീരത്തില്ല. ഒത്തിരി ടൈം നമുക്ക് വേസ്റ്റ് ആണ്, അതിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. f of x equal to x minus 1 divided by x plus 5 then f inverse x. ഇതിന് ഇൻവേഴ്സ് ഫംഗ്ഷനെ കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻവേഴ്സ് ഫംഗ്ഷനെ കണ്ടുപിടിക്കണം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇൻവേഴ്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മോനെ. ഇവിടെ നമ്മളിപ്പോ എക്സിന് ഇപ്പൊ 1 കൊടുത്താൽ, എക്സിന് 1 കൊടുത്താൽ എന്താ കിട്ടുന്നത്? എക്സിന് 1 കൊടുത്താൽ എത്ര കിട്ടുന്ന ആൻസർ? 2x minus 1 by x plus 5. എക്സിന് 1 കൊടുക്കുമ്പോൾ 2 into 1 minus 1 by 1 plus 5. 2 into 1 2, 2 minus 1 1 divided by 1 plus 5 എത്ര മോനെ? 6. അപ്പോൾ 1 കൊടുത്തപ്പോൾ നമുക്ക് ആരെ കിട്ടി? 1/6 കിട്ടി അല്ലേ? 1 കൊടുത്തപ്പോൾ. അങ്ങനെയാണ് തിരിച്ച് 1/6 കൊടുക്കുമ്പോൾ തിരിച്ച് ആരെ കിട്ടണം മോനെ? 1 കിട്ടണം. അതാണ് 1/6 കൊടുക്കുമ്പോൾ 1 കിട്ടണം. 1 കൊടുത്താൽ 1/6 കിട്ടിയാൽ 1/6 കൊടുത്താൽ തിരിച്ച് 1 കിട്ടണം. അത് ഇവിടെ കൊടുത്താൽ കിട്ടത്തില്ല കേട്ടോ, വേറെ ഒരാളല്ല. അതാണ് ഇൻവേഴ്സ്. തിരിച്ച് കിട്ടുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. ഈ ലെറ്റ് f of x equal to y. ഈ 2x minus 1 divided by x plus 5y equal to ആരെന്ന് പേര് കൊടുക്കുക? y. അത്രേ ഉള്ളൂ. ഇനി ഇതിനെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ തെറ്റുകയും ചെയ്യരുത്. ഇവരെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ എന്താ കിട്ടുന്നത്? 2x minus 1 is equal to y into x plus 5. ശരിയല്ലയോ? That is 2x minus 1 is equal to y into x, yx, y into 5, 5y. ശരിയാണല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് എല്ലാത്തിനും എക്സിനെ ഒരുമിച്ച് എത്തിക്കണം. ദാറ്റ് ഈസ് ഇവിടെ എന്താ കിട്ടുന്നത്? 2x minus 1 yx plus 5y അല്ലയോ? ഇവിടെ 2x ഉണ്ട്, ഈ yx ഇപ്പുറത്ത് വന്നാൽ മൈനസ് yx. ശരിയാണല്ലോ. ഈസ് ഈക്വൽ ടു അപ്പുറത്ത് 5y ഉണ്ട്, ഈ -1 അപ്പുറത്ത് നിന്ന് +1. ഇങ്ങനെ അപ്പൊ 2x minus yx ഈക്വൽ ടു 5y plus 1 എന്ന് കിട്ടി. ഇവിടുന്ന് നമുക്ക് എക്സിനെ കോമൺ എടുത്താൽ എന്ത് കിട്ടും? എക്സിന്റെ എത്ര കിട്ടും? 2 minus y ഈക്വൽ ടു 5y plus 1. അവിടുന്ന് x ഈക്വൽ ടു 5y plus 1 divided by 2 minus y. ഇങ്ങനെ എത്തിക്കണം ആദ്യം കേട്ടോ. ഇങ്ങനെ ഒരു ജോലി നിങ്ങൾക്കുണ്ട്. ഇത്ര എത്തിച്ച ശേഷം എക്സ് കിട്ടി, പക്ഷെ നമുക്ക് ഇൻ ടേംസ് ആണ് ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഈ 2 വൈകളുടെ സ്ഥാനത്ത് എക്സ് എന്ന് എടുത്ത് വായിക്കുമ്പോൾ ഇവിടെ ഇവിടെ കാണും 5x plus 1. ഇങ്ങനെ 5x plus 1 by 2 minus x. നോക്കിക്കേ എവിടെയും ഉണ്ടോന്ന്? 5x plus 1 by 2 minus x ഉണ്ടല്ലോ. എല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടിതാ 5x plus 1 by 2 minus x. കറക്റ്റ് ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ആരെ കണ്ടുപിടിക്കുന്നത്? ഇൻവേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ വളരെ ഫാസ്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് അടുത്ത നമ്മുടെ ഒരു ചെറിയ ഒരു ഇന്റഗ്രേഷൻ ക്വസ്റ്റൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റൻ കാണുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അവനൊക്കെ ഇപ്പൊ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഈസി ആവും. ഇപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മാക്സിമം നിങ്ങൾ ഓർക്കുന്നവരെ മീൻസ് നിങ്ങൾക്ക് പറ്റുന്നവരിലോട്ടെല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, നിങ്ങൾ ഒത്തിരി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ
ഇപ്പൊ കീം എഴുതുന്ന ഒത്തിരി കുട്ടികളുണ്ടെങ്കിലും തന്നെ ഇരുന്ന് പഠിക്കും. പക്ഷെ തന്നെ ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് കിട്ടുന്നതൊക്കെ അവർ എക്സാം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പഠിക്കുന്നതൊന്നും അല്ല എക്സാമിന് ആ രീതിയിൽ കൂടെ ഒന്നും അല്ല ചോദിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഈ ടൈം ഒറ്റേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന് സമയമില്ല. ഒറ്റ ടൈം ജീവിതത്തിൽ കിട്ടുന്ന ഒരൊറ്റ ഒരു അവസരമാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റഗ്രൽ tan ഇൻവേഴ്സ് sec x plus tan x ഇന്റഗ്രേറ്റ് ചെയ്യണം. that is equal to tan ഇൻവേഴ്സ്. ഈ ബ്രാക്കറ്റ് കിടക്കുന്നതും വളരെ ഫേമസ് ആണ്. പക്ഷെ എത്ര പേർക്ക് അറിയാം? അതുകൊണ്ടാണ് ബ്രാക്കറ്റ് കിടക്കുന്നത് വളരെ ഫേമസ് ആണെന്ന് പറയാൻ കാരണം sec x plus tan x. sec x നെ നമുക്ക് ആരെന്ന് എഴുതാം? 1 by cos x. tan x നെ നമുക്ക് എങ്ങനെ എഴുതാം? sin x by cos x. ഓക്കെ, ഇതൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്ക് അതൊക്കെ പഠിച്ചിരിക്കാൻ പാടാ, എന്നാലും പഠിച്ചിരിക്കാൻ ചെയ്ത് കാണിക്കാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ tan ഇൻവേഴ്സ് 1 by cos x plus sin x by cos x. ഡിനോമിനേറ്റർ നമുക്ക് കോമൺ ആയിട്ട് cos x നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ആരെ കിട്ടിയ പോലെ 1 plus sin x എന്ന് കിട്ടി, ഇല്ലയോ? ഓക്കെ, 1 plus sin x by cos x ഇങ്ങനെ കിട്ടി. ഇത് tan ഇൻവേഴ്സ് ആ. അകത്തുള്ളതിനെ ടാനിൽ വരുത്തിയാൽ പ്രയോജനമുണ്ട്, അല്ലേ? tan ഇൻവേഴ്സിനുള്ളിൽ tan വന്നാൽ രണ്ടുകൂടെ തീർന്ന്, അല്ലേ? രണ്ടുകൂടെ പോയി ബാക്കിയുള്ളതിനെ എഴുതാം. പക്ഷെ ഇതിപ്പോ ടാനിൽ വരുത്താനുള്ള മാർഗമില്ല. 1 plus sin x എന്നുള്ളത് 1 plus cos x എന്നായിരുന്നുവെങ്കിൽ പ്രയോജനമുണ്ട് മോനെ. ഇത് 2 cos square x by 2 എന്നാണ് കേട്ടോ. അതിൽ ഈ cos x എന്നുള്ളത് വെറും sin x എന്നായിരുന്നുവെങ്കിൽ വാല്യൂ ഉണ്ട് 2 sin x by 2 cos x by 2 എന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം നേരെ തിരിഞ്ഞാണ്. 1 plus cos x ആണെങ്കിൽ വാല്യൂ ഉണ്ട്, പക്ഷെ ഇവിടെ 1 plus sin x ആണ് കിടക്കുന്നത്. അതിൽ വെറും cos x ന് വരും, വെറും sin x ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പൊ ഞാൻ രണ്ടിനെ തിരിച്ചെഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് 1 പ്ലസ് ഈ sin x നെ ഞാൻ കോസിലോട്ട് മാറ്റുമ്പോൾ cos pi by 2 minus x എന്ന് എഴുതാം കേട്ടോ. cos 90 minus x ആരാ മോനെ? sin x ആ. അപ്പൊ sin x നെ ഞാൻ കോസിലോട്ട് മാറ്റുമ്പോൾ cos pi by 2 minus x. അതുപോലെ ഈ cos x നെ ഞാൻ സൈനിലോട്ട് മാറ്റുമ്പോൾ sin pi by 2 minus x എന്ന് നിങ്ങൾക്ക് എഴുതാം കേട്ടല്ലോ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിക്കാം കേട്ടോ. 1 പ്ലസ് കോസും വെറും സൈനുമായി. പക്ഷെ അകത്തൊക്കെ കണ്ടോ, വെറും എക്സ് അല്ല, പൈ ബൈ 2 90 മൈനസ് എക്സ് നമ്മൾ പഠിച്ചല്ലോ. സൈൻ 90 മൈനസ് എ കോസ്, കോസ് 90 മൈനസ് എ സൈൻ, അത് തന്നെ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് എന്തായിരുന്നു? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഇയാളെ നമ്മൾ എക്സ് ആയിട്ട് എഴുതണം കേട്ടോ. 1 പ്ലസ് കോസ് എക്സ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇതേ ബൈ 2 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2 ഇങ്ങനെയാണ് കേട്ടോ. 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഡിനോമിനേറ്റർ വരുമ്പോൾ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. സൈൻ എക്സ് എന്നുള്ള പോലെ ഇത്രയും എക്സ് ആയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ 2 സൈൻ എക്സ് ബൈ 2 2 സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2. ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്, ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ആയിരുന്നെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിക്കേ 2 2 ക്യാൻസൽ. ഇവിടെ കോസ് സ്ക്വയറും ഇവിടെ കോസ് രണ്ട് സെയിം ആവാനെ ഒരു കോസിനെ നമുക്ക് എന്താക്കി കളയാം? വെട്ടിക്കളയാം കേട്ടോ. ഇവിടെ എ സ്ക്വയറും ഒരു എയും കണ്ട എ വെട്ടിക്കളത്തില്ല, അതേപോലെ നമുക്ക് വെട്ടിക്കളയാം. ബാക്കി ഇന്റഗ്രൽ ആരുണ്ട്? ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഹോൾ ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. കോസ് ഓഫ് പൈ ബൈ 2 ബൈ 2. ആൻസർ ആരായി? പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2. ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2 നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ഇങ്ങനെ. ഇതിപ്പോ കോസ് ബൈ സൈൻ ആവനെ, കോസ് ബൈ സൈൻ ആരായിട്ടാ മാറുന്ന മോനെ? കോട്ട് അല്ലയോ? അപ്പൊ കോട്ട് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 എന്നായി. പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 എന്നായി കേട്ടോ. ഇപ്പൊ ടാൻ ഇൻവേഴ്സിനുള്ളിൽ കോട്ടാണ് കിടക്കുന്നത്, പ്രയോജനമില്ല. ടാൻ ഇൻവേഴ്സിനുള്ളിൽ ടാൻ വന്നെങ്കിലല്ലേ ഇവിടെ പ്രയോജനം. therefore ഇവിടെ എല്ലാ സ്പേസ് എല്ലാം തീർന്നു. ഞാൻ ഈ ചെറിയ സ്പേസിലോട്ടാണ് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഈ കോട്ടിനെ ഞാൻ ടാനിലോട്ട് മാറ്റിയെങ്കിലല്ലേ ടാനും ടാൻ ഇൻവേഴ്സിന്റെ പോവുള്ളൂ. അപ്പൊ ഈ കോട്ടിനെ ടാനിലോട്ട് മാറ്റുമ്പോൾ ഈ അകത്തെ ആംഗിളിനെ പൈ ബൈ 2 നിന്നും മൈനസ് ചെയ്യണം. പൈ ബൈ 2 മൈനസ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 കേട്ടോ. ഇങ്ങനെ എഴുതണം. പഠിച്ചിട്ടുള്ള ടാൻ 90 മൈനസ് എ കോട്ട് എ. അതുപോലെ അപ്പൊ ഈ കോട്ട് ഓഫ് ദിസ് ക്യാൻ ബി ടാൻ ഓഫ് പൈ ബൈ 2 മൈനസ്. ഇപ്പൊ ടാൻ ഇൻവേഴ്സിലുള്ള ടാൻ വന്ന് രണ്ടുകൂടെ പോയി, ബാക്കി പൈ ബൈ 2 മൈനസ് ഓഫ് അതിന്റെ ബ്രാക്കറ്റ് മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 എന്ന് വരും കേട്ടോ. പൈ ബൈ 2 മൈനസ് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2. പൈ ബൈ 2 നിന്ന് പൈ ബൈ 4 പോയാൽ
നമുക്ക് കിട്ടുന്നത് π/4 ആണ് കേട്ടോ. ഓക്കെ, 90 നിന്നും 45 പോയാൽ 45 പ്ലസ് ആരാ x/2. ഇതാ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയിനെ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുന്നത് അത്രയുമാണ്, π/4 പ്ലസ് x/2. ഇതിനെ വേണം നമുക്ക് ഇതിനപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ π/4നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? π/4 is a constant. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ π/4 ആരെ കൊടുക്കുക? x കൊടുക്കുക, π/4x. x/2നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x-ന് ഇന്റഗ്രൽ എത്ര? വെറും x-ന് ഇന്റഗ്രൽ x²/2 ആണ്. ഈ 2 ചേരുമ്പോൾ x²/2/2 x²/4. ഓക്കെ, x²/4 തന്നെ ഉണ്ട് ആണല്ലോ. πx/4 പ്ലസ് x²/4 പ്ലസ് c. അപ്പൊ നല്ല ദിവസം. പക്ഷെ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വേണേൽ പഠിച്ചിരിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ടാൻ ഓഫ്, കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് π/4 പ്ലസ് x/2 എന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്രയൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്നെങ്കിൽ പഠിച്ചോ. ഞാൻ പിന്നെ ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ, നമുക്ക് എപ്പോഴും വേണ്ട സിംപ്ലിഫിക്കേഷൻ ആണല്ലോ. ഇങ്ങനെ ചെയ്തു പോകാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഞ്ചിനീയറിംഗ് ഒക്കെ നേടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്നൊരു ഷോർട്ട് കട്ട് വെച്ചുകൊണ്ടല്ല നമ്മൾ അവിടെ ആൻസർ ചെയ്യുന്നത്. എല്ലാം ചെയ്യണം. അപ്പൊ ഈ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നിങ്ങനെ കുട്ടികൾ ഇങ്ങനെ എല്ലാം ചെയ്തു പോകും, നമ്മൾ അവിടെ പുറകെ നിൽക്കും, അങ്ങനെ നിന്ന് പോകും. ഓക്കെ ആണല്ലോ. അടിപൊളി ക്വസ്റ്റൻസുകളായിരുന്നു. നമ്മൾ ഈ സെഷൻ ഇന്നത്തേത് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതുപോലത്തെ ഉള്ള സെക്ഷൻസുകൾ നോക്കട്ടെ, ഇച്ചിരി കൂടുതൽ ക്വസ്റ്റൻസുകളായിട്ട് വരാം. ഇത് നിങ്ങൾ എന്തുമാത്രം മാക്സിമം പറ്റുന്നിടത്തോളം എല്ലാവരോടും ഷെയർ ചെയ്യുക. നല്ല പ്രോബ്ലംസുകളായിരുന്നു. ഇനി ഇതിനും കൂടുതൽ ഒത്തിരി ക്വസ്റ്റൻസുകളൊക്കെ ഇനി വരാനുണ്ട്. അറിയാം എന്തുമാത്രം ചാപ്റ്ററുകളാണ്. പറ്റുന്നിടത്തോളം ഞാൻ കുറച്ചൊക്കെ തരാം. പിന്നെ നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ ഫുൾ കിട്ടും, എല്ലാ രീതിയിൽ കൂടെ എല്ലാ ഷോർട്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ ചേർത്താൽ അടിപൊളി. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.